ഇന്ന് വൈകുന്നേരം MLA ഓഫീസിലേക്ക് DYFI നടത്തിയതായ സമരം തീർത്തും രാഷ്ട്രീയ പ്രേരിതവും ഒരു ബന്ധവുമില്ലാത്തതായിരിക്കുന്ന വിഷയത്തിലേക്ക് രാഷ്ട്രീയമായി കണക്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതായിരിക്കുന്ന ശ്രമം നടത്തുകയാണ് DYFI ചെയ്തത്. അതുമാത്രമല്ല, യഥാർത്ഥത്തിൽ DYFIക്ക് അക്രമം നടത്താൻ ഓഫീസിലെ ഗ്ലാസ് തള്ളി അതിൻ്റെ ബീഡിംഗ് മുഴുവൻ പൊട്ടി ഗ്ലാസിൻ്റെ മോശമായ രീതിയിലേക്ക് അതിൻ്റെ സാഹചര്യം മാറുന്ന ഒരു പശ്ചാത്തലം ഉണ്ടായി. ഈ അക്രമം മുഴുവൻ നടന്നത് പോലീസ് നോക്കി നിൽക്കുകയാണ്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, അതിശയിപ്പിക്കുന്ന കാര്യം, ഈ ഓഫീസ് പൂട്ടാനും ആളുകളോട്, സ്റ്റാഫ് അടക്കമുള്ള മുഴുവൻ ആളുകളോടും, ഇവിടെ ഉണ്ടായിരുന്ന നേതാക്കന്മാരോടും, നജീബ് കരണി, ഗോകുൽദാസ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ ഉണ്ടായിരുന്നു, അവരോടൊക്കെ ഇറങ്ങിപ്പോകാനും ആവശ്യപ്പെട്ടു. ഇവിടെ ഉണ്ടായിരുന്ന ആളുകളോട് ഇറങ്ങിപ്പോകാൻ ആവശ്യപ്പെട്ടു. ഈ ഓഫീസ് DYFIയുടെ ആളുകൾ പറഞ്ഞതും ഈ ഓഫീസ് പൂട്ടണം, ഷട്ടർ താഴ്ത്തണം, അത് തന്നെ പോലീസും പറയാം. CPMും പോലീസും പറയുമ്പോൾ താഴ്ത്താനുള്ളതല്ല കൽപ്പറ്റ MLAയുടെ ഓഫീസ്. ഇത് കൽപ്പറ്റയിലെ സാധാരണക്കാരായ ജനങ്ങളുടെ ഓഫീസാണ്. ഈ ഓഫീസിനെതിരായിട്ടുള്ള അക്രമം കൽപ്പറ്റയിലെ ജനങ്ങൾക്കെതിരായിട്ടുള്ള അക്രമമാണ്. ഇത് ഇവിടെയുള്ള നിരവധി ആളുകൾക്ക് വലിയ രീതിയിൽ ആശ്വാസം പകരാൻ നേതൃത്വം കൊടുക്കുന്ന ഒരു കേന്ദ്രമാണ്. ഇത് രാഷ്ട്രീയ കേന്ദ്രമല്ല, ഇതൊരാശ്വാസ കേന്ദ്രമാണ്. ഈ ഓഫീസ് ആക്രമിച്ചത് മാത്രമല്ല, യഥാർത്ഥത്തിൽ DYFIയുടെ പ്രവർത്തകന്മാരെ ഇവിടേക്ക് പറഞ്ഞയച്ചത് CPMൻ്റെ ജില്ലാ സെക്രട്ടറിയും സംഘവുമാണ്. ഈ ക്രിമിനൽ പ്രവർത്തനങ്ങൾക്ക് മുഴുവൻ നേതൃത്വം വഹിക്കുന്നത് അദ്ദേഹമാണ്. രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് അടിച്ചു പൊട്ടിക്കാൻ SFI ക്രിമിനലുകൾക്ക് ഒത്താശ പകർന്നതും അവിടെ എത്തിയതും ഇതേ CPM ജില്ലാ സെക്രട്ടറിയാണ്. അന്ന് IC ബാലകൃഷ്ണൻ്റെ ഓഫീസ്, ആ ഓഫീസിലേക്ക് ആക്രമണം നടത്താനും ഓഫീസ് അടിച്ചു പൊളിക്കാനും നേതൃത്വം കൊടുത്തതും അതിന് സംരക്ഷണം കൊടുത്തതും ഇതേ CPM ജില്ലാ സെക്രട്ടറിയാണ്. ഇന്ന് ഒരു ബന്ധവുമില്ലാത്തതായിരിക്കുന്ന കാര്യത്തിൽ എൻ്റെ ഓഫീസിലേക്ക് DYFIക്കാരെ കൊണ്ട് പറഞ്ഞയച്ചതും ഇതേ CPM സെക്രട്ടറിയാണ്. CPMൻ്റെ ക്രിമിനൽ പ്രവർത്തനത്തിൻ്റെ മേലാളായി CPM ജില്ലാ സെക്രട്ടറി മാറി. പോലീസും DYFIയും തമ്മിൽ ഈ കാര്യത്തിൽ കൃത്യമായ ഗൂഢാലോചന നടന്നു. അത് CPM നേതൃത്വം മുഖാന്തരം നടന്ന ഗൂഢാലോചന. ആ ഗൂഢാലോചനയുടെ ഭാഗമാണ് പോലീസ് ഷട്ടറിടാൻ പറയുന്നു, ആളുകളോട് മുഴുവൻ ഇറങ്ങിപ്പോകാൻ പറയുന്നു. ആകെ 15 പേരേ ഉള്ളൂ, ആകെ 10-15 പേരേ ഉള്ളൂ. ഈ 10-15 പേരെ ഇവിടേക്ക് അങ്ങനെ കയറി വരാനൊന്നും പറ്റില്ല. സ്റ്റെയർ കേസിലൂടെ കയറി വരാൻ പറ്റുള്ളൂ. പോലീസിന് അവിടെ ബ്ലോക്ക് ചെയ്താൽ മതി, ഒരു ബുദ്ധിമുട്ടുമില്ല. ആ DYFI പ്രവർത്തകന്മാരെ മുഴുവൻ ഈ ഓഫീസിൻ്റെ മുമ്പിൽ എത്തിക്കാൻ പോലീസ് സൗകര്യം ചെയ്യുമായിരുന്നു. എന്നിട്ട് ഇവിടെ അക്രമം നടത്താൻ സൗകര്യം ചെയ്തു. അവരിതിൻ്റെ ഉള്ളിലേക്ക് കയറി ഇവിടെ അക്രമം നടത്തി. പിന്നെ എന്തിനാ പോലീസ്? ഇവരെ പറഞ്ഞയച്ചതും ഇവരെ കൈകാര്യം ചെയ്തതും മുഴുവൻ CPMൻ്റെ ക്രിമിനൽ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്ന നേതാക്കന്മാരാണ്.